ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പ്രഭാതത്തിലെ വായന ഭാഗം ന്യായാധിപന്മാർ 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 31-ാം വാക്യം. അവൻ്റെ ശേഷം അനാത്തിൻ്റെ മകനായ ശംഗർ എഴുന്നേറ്റു. ഇസ്രായേലിലെ 3-ാമത്തെ ന്യായാധിപനായിരുന്നു ശംഗർ. ഇദ്ദേഹം അനാത്തിൻ്റെ മകനായിരുന്നു. ആരായിരുന്നു ന്യായാധിപന്മാർ? ഇവരുടെ ദൗത്യം എന്താണ്? ദൈവം തിരഞ്ഞെടുത്ത് പ്രത്യേക അധികാരവും ശക്തിയും നൽകിയവരായിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇവരെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ന്യായാധിപന്മാരിൽ ദൈവാത്മാവ് ആവസിക്കുകയും അവരെ ദൗത്യത്തിന് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനതയെ ശത്രുക്കളുടെ പീഡനത്തിൽ നിന്ന് വിടുവിക്കുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രധാന ദൗത്യം ന്യായാധിപന്മാർ ഏറ്റെടുക്കുന്നു. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർക്ക് സ്ഥിരമായതോ സ്ഥാപനവൽക്കരിക്കപ്പെട്ടതോ ആയ ഭരണ സംവിധാനം ഇല്ലാത്ത നായകന്മാരായിരുന്നു. പൈതൃകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അധികാരവും ഇവർക്ക് ഇല്ലായിരുന്നു. ന്യായാധിപൻ എന്ന സ്ഥാനത്തേക്ക് അവരെ നിയോഗിക്കുകയും ആ സ്ഥാനത്തു നിന്നും അവരെ നീക്കം ചെയ്യുന്നതും യഹോവ ആയിരുന്നു. ഓരോ ന്യായാധിപനും തങ്ങളുടെ ഭരണ അതിർത്തിയിൽ പാർക്കുന്നവരുടെ പരാതി കേട്ട് വിധി പറയുകയും പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും വേണമായിരുന്നു. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആകെ 12 പേരാണ് ന്യായാധിപന്മാർ. അവരിൽ ഒത്നിയേൽ, ഏഹൂദ്, ദെബോറ, ഗിദയോൻ, അബീമേലെക്ക്, ഇപ്താഹ്, ശിംശോൻ എന്നിവരെ വലിയ ന്യായാധിപന്മാരെന്നും അഥവാ വിമോചകർ എന്നും, ശംഗർ, തോല, ജയിർ, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ എന്നിവരെ ചെറിയ ന്യായാധിപന്മാരെന്നും വിളിച്ചിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇവരെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൻ്റെ വിസ്തൃതി പരിഗണിച്ചാണ് ഈ തരംതിരിച്ചിൽ നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ശംഗർ ഒരു ചെറിയ ന്യായാധിപൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഏഹൂദും പിൻഗാമി ദെബോറയും ആയിരുന്നു. 2 സ്ഥലത്താണ് ശംഗറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 31-ാം വാക്യത്തിൽ. അവിടെ നമുക്ക് കാണുന്നത് ഇസ്രായേൽ പ്രദേശങ്ങളിലേക്കുള്ള ഫെലിസ്ത്യരുടെ കടന്നുകയറ്റത്തെ ചെറുക്കുകയും ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്ന് ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ് ശംഗറിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും കാണുന്നു. അവിടെ ദെബോറയുടെ ഗീതത്തിലാണ് ശംഗറിനെ കുറിച്ച് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് റോഡുകൾ ഉപേക്ഷിക്കപ്പെട്ടു. യാത്രക്കാർ വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഗ്രാമീണ ജീവിതം തകർന്നുപോയി എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേല്യരെ വീണ്ടെടുക്കുവാൻ ഇങ്ങനെ ശംഗറിന് കഴിഞ്ഞു. ഈ ന്യായാധിപ ശുശ്രൂഷയിൽ നമുക്കും പങ്കാളികളാകാം. മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള ഇടങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.